മണിപ്പൂരിൽ 5 അക്രമികൾ പിടിയിൽ. നിരോധിത സംഘടനകളിൽപ്പെട്ടവരാണ് പിടിയിലായത് എന്നാണ് ലഭിക്കുന്ന വിവരം. ബൽറാം നെടുങ്ങാടി അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, മണിപ്പൂരിലെ ഏത് മേഖലയിൽ നിന്നാണ് ഇവർ പിടിയിലായത്? ഇവരുടെ സംഘടനാ പശ്ചാത്തലം എന്താണ്? അത്തരം വിശദാംശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ അക്രമികൾക്ക് ഒപ്പം തന്നെ നിരോധിത സംഘടനകൾക്കെതിരായ നടപടികൾ ശക്തമാക്കിയിരുന്നു. സൈന്യവും ഒപ്പം തന്നെ പോലീസും, മണിപ്പൂർ പോലീസും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വിവിധ ഇടങ്ങളിൽ സജീവമായി തന്നെ പുരോഗമിക്കുന്നതിനിടെയാണ് 5 അക്രമികൾ പിടിയിലായിരിക്കുന്നത്. വിവിധ നിരോധിത സംഘടനകളിൽപ്പെട്ട അക്രമികളാണ് പിടിയിലായിരിക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മണിപ്പൂർ പോലീസ് നൽകുന്ന വിശദീകരണം. തൗബാൽ, തെങ്നൌപാൽ, കാങ്ചിങ് എന്നീ 3 ജില്ലകളിലായി നടത്തിയ തെരച്ചിലിനിടെയാണ് 5 പേരെ പിടികൂടിയിരിക്കുന്നത്. മണിപ്പൂരിലെ മറ്റ് ഇത്തരത്തിലുള്ള നിരോധിത സംഘടനകൾക്കെതിരായ നടപടികളും തിരച്ചിലും പുരോഗമിക്കുകയാണ് എന്നും സജീവമായി തന്നെ ഇത്തരം അക്രമി സംഘടനകൾ വീണ്ടും സജീവമാകാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അവർക്കെതിരെ നടപടികൾ കൂടുതൽ ശക്തമാക്കും എന്നുമാണ് മണിപ്പൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. അതേസമയം മണിപ്പൂരിലെ മെയ്തേയ് സംഘടനകളുടെ പ്രതിനിധികൾ ഡൽഹിയിൽ ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച നടത്തുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ ഉണ്ടാവുക. പ്രജിത്ത്, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.